ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിടയിൽ റിയാക്ഷനാണ്. ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട്. കുറെ കാലായി റോസ്റ്റ് ഉണ്ടൊന്ന് ചിരിച്ചിട്ട്. സത്യം. ആരാ ഇന്നത്തെ താരെന്നറിയോ? പൂവൻ. പൂവൻ കല്യാൺ. എന്തായാലും ചിരിക്കണ്ടാവില്ലേ? അല്ല, കാത്തിരിക്കായിരുന്നു. ഓക്കെ, എന്തായാലും ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ ഇത് കണ്ട ആളെ സമ്മതിക്കണം. റോസ്റ്റർ ചച്ചുവാണ് ഈ ഒരു റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കാണാം. ഇന്നത്തെ തീരുമാനം എടുത്തിരിക്കുന്നത് റോസ്റ്റർ ചച്ചുവാണ്. ഇത് മൊത്തം ഇരുന്ന് കാണണം എന്നുള്ള. കഴിഞ്ഞു ബ്രോ, എങ്ങനെ സാധിച്ചു? ഓക്കെ റെഡി. കാണാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു പൂവനെ കുറിച്ചാണ്. ചിലർക്കു പൂവൻ പഴം, ചിലർക്കു പൂവൻ കോഴി, നമുക്ക് പൂവനാ. ഈ സ്ലോ മോഷനൊക്കെ കണ്ടു മടുത്തു, അഭിനയിക്കാൻ അറിയില്ല. സ്വാഗാണോ അത് ഒട്ടുമില്ല, ഓറാ തപ്പിയാൽ കിട്ടുകയുമില്ല. എന്നിട്ടും എങ്ങനെയോ സൂപ്പർ സ്റ്റാറായി പകുതി സിനിമയും റീമേക്കാണ്. നമ്മുടെ വിജയണ്ണന്റെ തെരി സിനിമയുടെ കോപ്പിയാ. അതില് ഈ പൂവൻ കുറച്ച് ചാണകവും കുറച്ച് ജയ് ശ്രീരാമും കുറച്ച് ഭാരത് മാതാക്കിയും കുറച്ച് തീവ്രവാദികളും കൂടി കലക്കി മിക്സ് ചെയ്തപ്പോ ഈ പടായി. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തി. എനിക്ക് പരിപൂർണ വിശ്വാസമായി. പടം തുടങ്ങുന്ന ഒരു കാട്ടില് കുറച്ച് ആൾക്കാർ ആനക്കൊമ്പെടുക്കാനായിട്ട് വരും. അപ്പൊ ആനേനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞിപ്പൂവൻ വരും. പൂവന്റെ മാസ് കണ്ടിട്ട് അവിടുത്തെ ഒരു സ്കൂൾ മാഷ് അവനെ മോനായിട്ട് കണ്ടിട്ട് അവനെ ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കും. പൂവനാണെങ്കിൽ സ്കൂളിൽ ഉച്ചകഞ്ഞി കിട്ടുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മൂപ്പര് സ്കൂളിലേക്ക് പോകും. പിന്നെ ആ സ്കൂളിൽ വെച്ചിട്ട് ഉച്ചകഞ്ഞി വിളമ്പണ ചേച്ചിനെ കാണുമ്പോ അവൻ അമ്മയെന്ന് വിളിക്കും. പിന്നെ കുറെ നേരം തള്ളപ്പാസം. പാടാൻ പറഞ്ഞാൽ പിന്നെ ഉച്ചകഞ്ഞി വെക്കുന്ന ചേച്ചിനെ വെറുതെ തല്ലും. ഇത് കാണുമ്പോ നമ്മുടെ കുഞ്ഞിപ്പൂവന് ദേഷ്യം കയറിയിട്ട് അവനെ ഇടിച്ചു കൂട്ടും. പിന്നെ ഇവൻ തല്ലെന്താ സ്കൂൾ മാഷ് കണ്ടിട്ട് ഇവനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട്, എടാ നീ കുഞ്ഞിപ്പൂവനല്ലടാ ഭഗത് സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവനെ ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പേരിടും. ഇജാതി പെർഫോമൻസ് കണ്ടിട്ട് അവാർഡ് കൊടുക്കാനായിട്ട് PM അങ്ങോട്ട് വരും. കൂടെ വായോ, പിന്നെ PM ആ മാഷിനും കൊണ്ട് കാട്ടിക്ക് പോവും. അതിനൊന്നല്ല, ആള് CM ആവണെങ്കിൽ എന്റെ കൂടെ വരാനായിട്ട് പറയും. ഇത് കേൾക്കുമ്പോ ആള് പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് പോവും. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പൂവൻ വളർന്ന് വലുതായിട്ട് ഒരു കിളവൻ പോലീസ് ആവും. എന്നിട്ട് ഒരു അമ്പലത്തിൽ കുറച്ച് ആള് തല്ലുണ്ടാക്കുന്ന സമയത്ത് അവന്മാരൊക്കെ ഇടിച്ച് കൂട്ടും. ചിലർക്ക് പൂവൻ പഴം, നമുക്ക് പൂവനാ. അല്ല പൂവാതെ, ഈ ആൾക്കാരൊക്കെ വെട്ടി നുറുക്കി മോഡിഫൈ ചെയ്ത ജീപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കേസാവില്ലേ? നിയമങ്ങളൊക്കെ തെറ്റിക്കാനുള്ളതല്ലേടാ. നിയമത്തിന് നിയമത്തിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നോക്കാം. പിന്നെ പൂവൻ അമ്പലത്തിൽ തല്ലുണ്ടാക്കിയ മെയിൻ വില്ലന്റെ വീട്ടിൽ പോയിട്ട് തോക്ക് വെച്ച് വെടിവെച്ച് കളിക്കും. ഇതെന്ത് തോക്ക്? പൊട്ടൂന്ന് രക്തം ചീന്തും. You want to see? Yeah, രക്തം ചീന്തട്ടെ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് മെയിൻ വില്ലൻ ഇറങ്ങി വന്നിട്ട്, എടാ പൂവൻകോഴി വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ വലിയ കോഴിക്കടയിൽ കൊണ്ടുപോയി ഇതിന്റെ ഇറക്കുന്ന് പറയും. അത് കേൾക്കുമ്പോ നമ്മുടെ പൂവൻകോഴി അവിടുന്ന് പോവും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മെയിൻ വില്ലന്റെ മൂത്ത മോൾ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഡ്രഗൊക്കെ മണപ്പിച്ചിട്ട് അവിടെ ഷോ കാണിക്കും. ഇവന്റെ ഈ ഷോയൊക്കെ കണ്ടിട്ട് പൂവന് ദേഷ്യം കയറിയിട്ട് അവനിങ്ങ് സ്ക്രാച്ച് ഇടും. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ അതാണ് ആയിരങ്ങളുടെ വഴി. കളിക്കല്ലേ പണി. പിന്നെ ഈ പടത്തിലെ വില്ലനെ തീവ്രവാദികളായിട്ട് കടച്ചിട്ടുണ്ട്. ആള് തീവ്രവാദികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ആന്ധ്രയിൽ ഒരു കോളനി വരെ പണിത് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യമൊക്കെ നമ്മുടെ പൂവൻ അറിഞ്ഞിട്ട് ആ കോളനി പോയിട്ട് അവിടുന്ന് ഒരു തീവ്രവാദിനെ എടുത്തോണ്ട് പോരും. കോളനി അവന്റെ മല ഗർഭപാത്രത്തിൽ പൊക്കി
നിങ്ങൾ ചോക്കി തീവ്രവാദികളുടെ കോളനി ചെന്നിട്ട് ഇമാതിരി ഷോ കാട്ടിട്ട് നമ്മുടെ പൂവങ്കോഴിനെ ഇവരൊന്നും ചെയ്യാത്ത എന്താണ് കാരണം അപ്പൊ അങ്ങനെ തീവ്രവാദികൾ വന്നിട്ട് ഇൻഫോർമേഷൻ കിട്ടും എന്നിട്ട് അവരെ അവർ ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോകും. പിന്നെ ആ തീവ്രവാദി ലീല ചേച്ചിയുടെ റൂമിൽ കയറിയിട്ട് കൂട്ടുകാരിയും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അപ്പൊ അങ്ങോട്ട് പൂവൻ വന്നിട്ട് അവളെ അങ്ങ് രക്ഷിക്കും. പിന്നെ ലീല ചേച്ചിക്ക് ജോലി എന്നിട്ട് തീവ്രവാദിനെ പിടിച്ചത് ഞാനാണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് തള്ളും. എന്നിട്ട് നമ്പറും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് തീവ്രവാദി വിളിച്ചിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ് വാണിയും. പിന്നെ പള്ളിപ്പാളിന് മനസ്സിലായിട്ട് ലീല ചേച്ചി പൂവന്റെ അടുത്ത് പോയിട്ട് പ്രൊട്ടക്ഷൻ ചോദിക്കും. എന്നിട്ട് ഈ പല്ല് കൊഴിയാറായിട്ടുള്ള അപ്പൂപ്പൻ പൂവനെ കണ്ടിട്ട് ലീല ചേച്ചിക്ക് ക്രഷ് അടിക്കും. സമയത്ത് അന്ന് അവളെ കൊല്ലുമെന്ന് പറഞ്ഞ തീവ്രവാദി അവളെ അറ്റാക്ക് ചെയ്യും. അപ്പൊ പൂവൻ വന്ന് അവളെ രക്ഷിക്കും. തീവ്രവാദിനെ കൊന്ന കാര്യം മെയിൻ വില്ലൻ മൂത്ത മോൻ പോയിട്ട് ലീല ചേച്ചിയുടെ കൂട്ടുകാരിനെ പോയിട്ട് റേപ്പ് ചെയ്യും. എന്നിട്ട് ഇത് പൂവൻ അറിഞ്ഞിട്ട് ആകെ സേഡ് അവിടെ പോലെ അഭിനയിക്കാൻ നോക്കും. പക്ഷെ പറ്റില്ല, അറിയാലോ പൂവനാണ്. കൂടുതൽ അഭിനയം ആ ദുഃഖം. പിന്നെ പെണ്ണ് ചാവും. പിന്നെ ഇവര് നിന്ന് കരയും. പിന്നെ ഇതൊക്കെ കഴിക്കുള്ളൂ. ഇനി അവർ കരയണ കണ്ടിട്ട് നമ്മള് ചിരിക്കണ്ടെന്ന് വെച്ചിട്ടാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പൂവൻ കഴിപ്പായിട്ട് ആ വില്ലന്റെ വീട്ടിൽ പോയിട്ട് റിവഞ്ച് ചെയ്യും. കൈവച്ചാൽ വെട്ടി എറിയേണ്ടത് വിരലുകളല്ല, തല. പിന്നെ റിവഞ്ച് ചെയ്ത സന്തോഷത്തില് പൂവൻ ലീല ചേച്ചിനെയും കൊണ്ട് ഡാൻസ് കളിക്കും. പൂവൻ കോഴി പ്രായം മറന്നൊരു പൂവൻ കോഴി ഡാൻസ് കളിക്കും പൂവൻ കോഴി. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂവന് ലീല ചേച്ചിയായിട്ടുള്ള കല്യാണമൊക്കെ ആവും. പിന്നെ പൂവന് പേരിട്ട് കൊടുത്ത CM കല്യാണത്തിന് വരും. എന്നിട്ട് കുറച്ച് തീവ്രവാദികളെ കല്യാണത്തിന് വന്നിട്ട് ഇവരൊക്കെ വെടിവെച്ചിടും. ഇത് കണ്ട് കൽപ്പായിട്ട് പൂവൻ എഴുന്നേറ്റ് വന്നിട്ട് അല്ലാതെ കാണിക്കണേ ആ വെടിവെക്കുന്നായിരുന്ന ശ്രദ്ധിച്ചില്ല. ഓ അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. പിന്നെ വില്ലനൊരു സാമിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് അടുത്ത് CM ആവണം, എന്റെ കൈയൊന്ന് നോക്കിയാൽ ഞാൻ CM ആവോന്നൊന്ന് പറയും. അപ്പൊ ആള് പറയും ഒരു വരയുടെ കുറവുണ്ടെന്ന്. അപ്പൊ എന്നെ ആളാ കൈ അങ്ങ് കീറി മുറിക്കും. ഇവരുടെ ബുദ്ധി ഉണ്ടല്ലോ, വിമാനാണ്. വെടികൊണ്ട് വീണ CMന്റെ പാർട്ടി പോയിട്ട് കണ്ട എന്റെ കൈ ഞാൻ കീറി മുറിച്ചു, എനിക്ക് CM ആവണമെന്ന് പറയും. അപ്പൊ എന്നെ ആളെങ്ങ് CM ആക്കും. എന്നെ രാജാവാക്കാൻ വേണ്ടി കല്ലോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി വില്ലന് ഒരു രണ്ടാമത്തെ ഒരു കോഴിക്കുട്ടനായിട്ടുള്ള മോനുണ്ട്. മൂപ്പര് വെറുതെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോയിട്ട് പോലീസുകാരെ ഒന്ന് ചൊറിയും. അത് കാണുമ്പോ നമ്മുടെ പൂവൻ വന്നിട്ട് അവനെങ്ങ് ഇടിച്ചു കൂട്ടിയിട്ട് അവനെങ്ങ് കിഡ്നാപ്പ് ചെയ്യും. നമ്മ വിചാരിക്കും ഇനി ആ വില്ലനെ പിടിച്ചിട്ട് ഇനി പടം തീരുന്നു. ഒരിക്കലും ഇല്ല. പക്ഷെ എന്തിനോ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ പൂവന് അവിടുത്തെ ഒരു കല്യാണത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഒരാള് പറയും. എന്നിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോണ സമയത്ത് രണ്ടാമത്തെ ഒരു നായികനെ കാണും. അപ്പൊ നമ്മുടെ പൂവന് ചെറിയ ക്രഷ് അടിക്കും. അല്ല ഭാര്യനെ കൊന്നതിന് പ്രതികാരം ചെയ്യണ്ടേ പോവാ? വീട്ടിലുള്ള ആൾക്കാര് പൂവനോട് ഡാൻസ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പൊ എന്നെ പൂവൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ കൊറേ ദിവസമായിട്ട് മോനെ കാണാണ്ട് വില്ലൻ തീവ്രവാദികളെ വിളിച്ചിട്ട് മോനെ അന്വേഷിക്കാൻ പറയും. അല്ല ഈ തീവ്രവാദികൾക്ക് ഇയാള് പറയണ കേൾക്കുന്നതാണോ പണി? പിന്നെ തീവ്രവാദികൾ മറ്റേ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് ഈ കാര്യം അറിയുമ്പോ പൂവൻ അവരുടെ അടുത്ത് പോയിട്ട് സറണ്ടർ ആവും. എന്നിട്ട് അവിടുത്തെ തീവ്രവാദികൾ വീഡിയോ കോൾ ചെയ്തിട്ട് പൂവനെ കാണിക്കും. അപ്പൊ അവിടുത്തെ തീവ്രവാദികളൊക്കെ വിറയ്ക്കും. ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും ഭംഗിയുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എന്തോ കുഴപ്പമുണ്ടല്ലോ. പിന്നെ പൂവൻ ടോയ്ക്കടയിൽ വാങ്ങിയ തോക്കൊക്കെ വെച്ചിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ വെടിവെച്ച് സൈഡാക്കിയിട്ട് ആ പെണ്ണിനെ അങ്ങ് രക്ഷിക്കും.
പിന്നെ ഈ തീവ്രവാദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറുതെ തോക്കും കൊണ്ട് വരാ പൂവന്റെ വെടി കൊണ്ട് ചാവാ. തോക്ക് വെച്ചൊരു വെടി പോലും നമ്മുടെ പൂവന്റെ മേത്ത് കൊള്ളില്ല. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പൂവന്റെ പൊണ്ടാട്ടിനെ തട്ടിയ തീവ്രവാദി വന്നിട്ട് പൂവന്റെ അടുത്തേക്ക് വന്നിട്ട് കൊല്ലാനായിട്ട് വെടിവെച്ച് സൈഡാക്കും. പിന്നെ മറ്റേ വില്ലന്റെ വീട്ടിൽ പോയിട്ട് അവനെയും തട്ടും. അങ്ങനെ പടം കഴിഞ്ഞു. തീർന്നല്ലോ എന്റെ പൊന്നേ. ഞാൻ അത് ആലോചിച്ചോണ്ട് ഇത് തീരുന്നില്ലേ ഇത്. വല്ലാത്തൊരു അവർ ഉദ്ദേശിച്ചിട്ടില്ല, ക്ലൈമാക്സിലെ തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് തീരാത്തത്. അല്ലെ അതിന് മുമ്പ് തീരും. ഈസി അല്ലേ? പിന്നെ വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. അറപ്പ് തോന്നുന്നു. നിർത്താം. വേറൊരു കാര്യം പറയട്ടെ. ഫസ്റ്റ് ഫേസിൽ കാണുന്ന പൂവൻ കല്യാണം അവസാനം കാണുന്ന പൂവനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ എവിടെയെങ്കിലും? അതിന്റെ ഇടയ്ക്ക് കുറെ ഇമോഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഭാര്യ മരിക്കുന്നുണ്ട്. പിന്നെ ആള് ആകെ ഇമോഷൻസ് കുറച്ചെങ്കിലും ഇട്ട് ചെയ്തത് ഇതിലാണ്. കുറെ വന്നിട്ടുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ തോന്നുന്നു. ഞാൻ ശരിക്കും തെറ്റിദ്ധരിച്ചതല്ല. അല്ല, ശരിക്കും ധരിച്ചതാ. അത് കറക്റ്റ് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത്. അത് ഈ ചച്ചു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്തായാലും ഭാര്യ പോയി, നിവൃത്തിയൊന്നുമില്ല. അതിന്റെ മുന്നത്തെ ഒരു ഡയലോഗില് ചച്ചു പറയുന്ന ഒരു സാധനം ഉണ്ട്. മനഃപൂർവ്വം അവർ ഇടാത്തോണ്ടാണ് നമ്മൾ ചിലപ്പോ ചിരിക്കുന്ന അതായത് ബ്ലറാക്കിട്ടാണ് ഇത് കാണിക്കുന്നത്. വേറുള്ളത് ഫോക്കസ് ചെയ്താ കാണിക്കുന്നത്. ഇതെങ്ങനെ കാണിച്ചാൽ നമ്മൾ ചിരിച്ചാലോ ഒന്ന്. ഭാര്യക്ക് വെഡിനെ കൊണ്ടിട്ട് അങ്ങ് വീണ് ആ സമയത്തുള്ള ആളുടെ എക്സ്പ്രഷനാണ്. വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ ഭാര്യ പോയി. അതല്ല, ഇതിനകത്ത് ഈ റോസ്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന സോങ്ങുകള്, പിന്നെ ഡയലോഗുകൾ, മറ്റേ സിനിമ ഡയലോഗുകൾ ഉണ്ടല്ലോ, എന്ത് രസമായിട്ട് അത് ഇതിനകത്ത് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ. സൂപ്പർ റോസ്റ്റ്. സിനിമ കാണാന്നുള്ളത് തന്നെ വലിയ എഫേർട്ട്. അത് തന്നെ വലിയൊരു ആളെടുത്ത ഏറ്റവും വലിയൊരു ചലഞ്ചാ. എന്നിട്ട് ബാക്കിയായി എന്നുള്ളതിന് തെളിവാണ് റോസ്റ്റ് പുറത്ത്. അപ്പൊ തന്നെ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. വീഡിയോ പുറത്ത് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളും ബാക്കിയായി.